വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അപ്പോസ്തോലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോകുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. കർത്താവിൽ പ്രിയരെ, നാം ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുള്ളതാണ്. 6-ാം അധ്യായത്തിൽ വിശുദ്ധ മാർക്കോസ് പ്രതിപാദിക്കുന്നത് യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ചാണ്. യേശു സാബത്ത് ദിവസം സിനഗോഗുകളിൽ പഠിപ്പിക്കുകയും ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ എന്നിവ ചുറ്റി സഞ്ചരിച്ച് രോഗികളെ സുഖപ്പെടുത്തുകയും പ്രസംഗിക്കുകയും പിശാചുബാധിതരെ സ്വതന്ത്രരാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. യേശു തന്റെ 12 ശിഷ്യന്മാരെയും അടുത്ത് വിളിച്ച് 2 പേരെ വീതം പ്രഘോഷണത്തിനായി അയക്കുകയും അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം നൽകുകയും ചെയ്തു. യേശുവിന്റെ പ്രബോധനങ്ങളിലും അത്ഭുത പ്രവർത്തനങ്ങളിലും ധാരാളം ആളുകൾ വിശ്വസിക്കുകയും അവർക്ക് ചുറ്റും കൂടുകയും ചെയ്തു. 6-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വചനഭാഗങ്ങൾ യേശു അയച്ചിരുന്ന അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടുകയും തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതുമായ വിവരങ്ങൾ യേശുവിനെ അറിയിക്കുകയും ചെയ്തു. അനേകം ആളുകൾ പല ആവശ്യങ്ങൾക്കും യേശുവിനെയും ശിഷ്യന്മാരെയും സമീപിച്ചു കൊണ്ടിരുന്നതിനാൽ അവർക്ക് ആഹാരം കഴിക്കുന്നതിനോ വിശ്രമിക്കുന്നതിനോ സമയം ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്നും യേശുവിന്റെയും ശിഷ്യന്മാരുടെയും കർമ്മനിരതതയാണ് നാം മനസ്സിലാക്കേണ്ടത്. തന്നെ വിശ്വസിച്ച് തന്റെ അടുത്ത് കൂടിയ ആൾക്കാരെ വെറും കൈയോടെ പറഞ്ഞയക്കുവാൻ അവർക്ക് സാധിച്ചില്ല. യേശു അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവർക്ക് വേണ്ടി പ്രസംഗിക്കുകയും രോഗി സൗഖ്യം നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. ശിഷ്യന്മാരും ഒരു വിജനമായ പ്രദേശത്ത് പോകുന്നതിന് വേണ്ടി വഞ്ചിയിൽ കയറിപ്പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തതിനാൽ പട്ടണത്തിലുള്ള ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. അവർ കരക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ അവർ കണ്ടു. യേശുവിന് അവരോട് അനുകമ്പ തോന്നി. യേശു അവരെ പഠിപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും തന്നിൽ വിശ്വസിച്ച് എത്തിയ ജനത്തെ തിരസ്കരിക്കാതെ കർമ്മനിരതയോടെ, സഹാനുഭൂതിയോടെ, കരുണയോടുകൂടി അവരുടെ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത നല്ലിടയനായ യേശുവിനെയാണ് നാം കണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി യേശുവിനെ പോലെ സഹാനുഭൂതിയോടുകൂടി അക്ഷീണം പ്രവർത്തിക്കുവാനുള്ള കൃപ ദൈവം നമ്മിൽ ഓരോരുത്തരിലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.